ഗവർണറും കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നമ്മലുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു. കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയാണ് പ്രധാന ചർച്ചാ വിഷയം. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഈ ഘട്ടത്തിൽ എത്രത്തോളം നിർണായകമാണ് ഈ കൂടിക്കാഴ്ച? ശ്രുതി, തീർച്ചയായും അതീവ നിർണായകമായ കൂടിക്കാഴ്ചയാണ് വൈസ് ചാൻസലറായ മോഹൻ കുന്നുമ്മലും അതുപോലെ തന്നെ കേരള ഗവർണറും തമ്മിൽ നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ആസ്ഥാനത്തേക്ക് എത്താൻ ഡോക്ടർ കുന്നുമ്മലിന് കഴിയുമായിരുന്നില്ല. അത്രയേറെ സമരവും പ്രതിഷേധവും തുടർന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ട് എന്ന സ്ഥിതി വരെ, അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ വരെ ഉണ്ടായ സാഹചര്യത്തിലാണ് തൃശ്ശൂരിലെത്തിയ കേരള ഗവർണറെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. നാം അദ്ദേഹത്തോട് പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെയും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി നാം പ്രതികരണം തേടിയിരുന്നു. ഏതായാലും അതീവ നിർണായകമാണ് കൂടിക്കാഴ്ച. തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഗവർണർ 3:10 കൂടി ഇവിടെ നിന്ന് മടങ്ങും. അതിനു മുമ്പ് ഏകദേശം ഇപ്പോൾ 2:30 വൈസ് ചാൻസലർ ഇപ്പോൾ രാമനിലയത്തിൽ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമായും 3-4 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ പ്രതിഷേധം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും എങ്ങനെ നേരിടാം, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം, സിൻഡിക്കേറ്റിൻ്റെ നിലപാടുകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുന്നുണ്ട്. സിൻഡിക്കേറ്റ് എടുക്കുന്ന നിലപാടുകൾ, അതുപോലെ തന്നെ വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ഉപദേശം കൂടി ഗവർണറിൽ നിന്ന് തേടുക എന്നതും വൈസ് ചാൻസലറുടെ പ്രധാനമായി ചർച്ചയുടെ ഉദ്ദേശമാണ്. ഏതായാലും അതീവ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. തിരുവനന്തപുരത്തായിരുന്നു ഇന്നലെ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ഗവർണറും തിരുവനന്തപുരത്തായിരുന്നു. ഇന്നാണ് രണ്ടുപേരും തൃശ്ശൂരിലെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വൈസ് ചാൻസലറുടെ വീട് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യോഗത്തിൻ്റെ ഒരു പൊതുപരിപാടിക്ക് എത്തിയ ഗവർണറെ ഇപ്പോൾ രാമനിലയത്തിൽ വന്ന് കണ്ടിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം വരും ദിവസങ്ങളിൽ സർവകലാശാലയുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സംബന്ധിച്ച ഒരു ദിശാബോധം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വൈസ് ചാൻസലറുള്ളത്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സിൻഡിക്കേറ്റും വിസിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ ഇപ്പോൾ കേരള സർവകലാശാല നേരിടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കേരള സർവകലാശാല നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. ആ പ്രതിസന്ധിക്ക് അയവ് വരുത്തുക, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങളിലൂടെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ വിഷയമാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും 3:10 വരെ ഗവർണർ ഇവിടെയുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്ന എൻ്റെ പുറകിലുള്ളത് ഗവർണറുടെ വാഹനമാണ്. അപ്പുറത്ത് രാമനിലയം ഗസ്റ്റ് ഹൗസിൻ്റെ 101 നമ്പർ റൂമിലാണ് ഇപ്പോൾ ഗവർണറും അതുപോലെ തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലറുമായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ജെയ്സൺ, വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത്. ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിൽ അസാധാരണ നീക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ, SFI DYFIയുടെ ഒക്കെ പ്രതിഷേധങ്ങളൊക്കെ കാണുകയും ചെയ്തു. പ്രതിഷേധങ്ങൾ അത് അശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയുടെ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ എത്രത്തോളം ഇതിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അയവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമോ? കാരണം പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയുടെ പ്രവർത്തനമൊക്കെ വലിയ പ്രതിസന്ധിയിലേക്കും പോവുകയാണല്ലോ. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് ഇതുവരെ തുടർന്നത്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയുടെ പ്രവർത്തനം സത്യത്തിൽ താറുമാറായ അവസ്ഥയിലാണ്. DYFIയും SFIയും അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നു. ആ സമരത്തിന് പിന്തുണയുമായി CPMും ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരും നിൽക്കുന്നു. അതേസമയം വൈസ് ചാൻസലറും അതുപോലെ തന്നെ കേരള ഗവർണറും ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നു. ഇതിനിടയിൽ എങ്ങനെയാണ് ഒരു സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് സംബന്ധിച്ച് ആർക്കും സത്യത്തിൽ ഒരു രൂപമില്ല. ഏതെങ്കിലും ഭാഗത്ത് വിട്ടുവീഴ്ച ഉണ്ടാകാത്ത പക്ഷം വീണ്ടും ഇത് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈസ് ചാൻസലർക്ക് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തെത്തി സുഗമമായി പ്രവർത്തനം, അതായത് തൻ്റെ ഉദ്യോഗം നിർവഹിക്കാനാകാത്ത ഒരു സ്ഥിതിയുണ്ട്. വൈസ് ചാൻസലർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവധിയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നു, ഓഫീസിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ ഗവർണറും വൈസ് ചാൻസലറും. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് നടക്കുന്നത്. ഗവർണറും കേരള സർവകലാശാല വിസി മോഹനൻ കുന്നുമ്മലുമായുള്ള കൂടിക്കാഴ്ചയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.